നമസ്കാരം, ഞാൻ ജിഷ. നമുക്കിന്ന് ഒരു മിമിക്രി ആസ്വദിക്കാം. സർഗജ്യോതിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നിരവധി വേദികളിലൂടെ തന്റെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീ ഉണ്ണിക്കണ്ണൻ. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ഉണ്ണിക്കണ്ണൻ. ആദ്യമായിട്ട് ചെയ്യുന്നത്, നമ്മളെല്ലാവരും റേഡിയോ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നല്ലോ. ടി വി വരുന്നതിന് മുന്നേ നമ്മുടെ ഒരു വാർത്താ മാധ്യമം എന്ന് പറയുന്ന റേഡിയോ ആണ്. അപ്പോൾ റേഡിയോയിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിങ്ങിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരൊന്നും പെട്ടെന്ന് സ്റ്റേഷൻ മാറ്റും. അപ്പോൾ ആകാശവാണിയുടെ കോഴിക്കോട്, തൃശ്ശൂർ 2 സ്റ്റേഷൻ. കോഴിക്കോട് സ്റ്റേഷനിലെ വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടികളും സൗന്ദര്യ സംരക്ഷണവും. തൃശ്ശൂർ നിലയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലയിനം നായ്ക്കളെ എങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താം എന്ന് കുറച്ച് വ്യത്യസ്തമായ 2 പരിപാടി നടക്കുകയാണ്. അപ്പോൾ വീട്ടിലൊരു കൊച്ചുകുട്ടി ഈ സ്റ്റേഷൻ 2 മാറ്റി മാറ്റി കളിച്ചാൽ എങ്ങനെയാകും കേൾക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരിക്കലും സ്ത്രീകളെ കളിയാക്കലോ അങ്ങനെയൊന്നുമല്ല, ഇത് നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പെൺകുട്ടികളും സൗന്ദര്യ സംരക്ഷണവും ഈ വിഷയത്തെക്കുറിച്ചൊരു പ്രഭാഷണം കേൾക്കാം. ആകാശവാണി തൃശ്ശൂർ. ഇപ്പോൾ നല്ലയിനം നായ്ക്കളെ എങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താമെന്നതിനെ കുറിച്ച് ഡോക്ടർ മാധവൻ നൽകുന്ന പഠന റിപ്പോർട്ടിന്റെ അവതരണമാണ്. മുടി ബോബ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളെ പൊമേറിയൻ വിഭാഗത്തിലാണ് പെടുത്തി വരാറുള്ളത്. നഖം നീട്ടി വളർത്തുന്ന പെൺകുട്ടികൾ കടിക്കുവാനും മാന്തുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള പെൺകുട്ടികൾക്ക് പാലിൽ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. തടിച്ച ശരീരപ്രകൃതമുള്ള പെൺകുട്ടികളാണെങ്കിൽ ചങ്ങലക്കിട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സ്ഥിരമായി ലിഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന പെൺകുട്ടികൾക്ക് പേയിളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സദാസമയവും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പെൺകുട്ടികളെ ചെത്തലപ്പട്ടികൾ അഥവാ കൊടിച്ചിപ്പട്ടികൾ എന്ന വിഭാഗത്തിലാണ് സാധാരണപ്പെടുത്തി വരാറുള്ളത്. അച്ഛനും അമ്മയും അറിയാതെ ടൗണുകളിൽ കാമുകന്മാർക്കൊപ്പം ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന പെൺകുട്ടികൾക്ക് ആദ്യ പ്രസവത്തിൽ തന്നെ 4 മുതൽ 5 വരെ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കേട്ടത് പെൺകുട്ടികളെങ്ങനെ നല്ല രീതിയിൽ വീട്ടിൽ വളർത്താം എന്നൊരു പരിപാടിയാണ്. അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നമ്മളെല്ലാവരും സഫാരി ചാനലിൽ സഞ്ചാരം എന്ന പ്രോഗ്രാം കാണാറുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇത് സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ശബ്ദമല്ല, ഇത് അദ്ദേഹത്തിന് ഡബ് ചെയ്ത് വരുന്നൊരു ശബ്ദമുണ്ട്. അത് ശബ്ദം നൽകിയിരിക്കുന്നത് അനീഷ് പുന്നൻ പീറ്റർ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദം വോയിസ് ഓവറാണ്, സഞ്ചാരത്തിൻ്റെ വോയിസ് ഓവർ. ലോകസഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി മെസ്സപ്പൊട്ടോമിയുടെ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആൾ രസികനായിരുന്നു. യാത്രയുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നാട്ടിലെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് ഫ്രെഡി ഇംഗ്ലീഷിൽ എന്റെ തള്ളയ്ക്ക് വിളിക്കാരെന്ന് എനിക്ക് മനസ്സിലായത്. സഞ്ചാരത്തിന്റെ ഇലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തായിട്ട് ചെയ്യുന്നത് ജെ ഹേ, പാൽത്തു ജാൻവർ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ യുവ സംവിധായകനും നടനുമായിട്ടുള്ള ശ്രീ ബേസിൽ ജോസഫ്. എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ ഭാര്യമാര് പിണങ്ങിപ്പോൾ ഭർത്താക്കന്മാരെ സന്തോഷമായിട്ട് ജീവിക്കണത്? ഭാര്യമാരൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് പറ്റൂല. നമുക്ക് അവരെല്ലാം പറ്റില്ല. നീ എന്നെ 2 ചവിട്ടെന്ന് വിചാരിച്ച് നീ വലിയ ആളായെന്ന് വിചാരിച്ചാ നിനക്ക് എന്നെ അടിക്കണോ? എന്നടി നീ ഇവിടെ കിടന്ന് ഉരുളുവേ. അപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നത് സഞ്ജു സാംസൺ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം, തിരുവനന്തപുരത്തിൻ്റെ അഭിമാനം ശ്രീ സഞ്ജു സാംസൺ. ടെൻഷൻ ഉണ്ടാവാറുണ്ട് ചേട്ടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ സാധാ മാച്ച് കളിക്കുന്നില്ലല്ലോ. അത്രയും നാളെ കണ്ടൊരു സ്വപ്നം റിയലാവുന്നു. പിന്നെ ഒരുപാട് സന്തോഷം ചേട്ടാ. സച്ചിൻ മാനെയും വിരാട് മാനെയൊക്കെ കാണാൻ പറ്റും. ഒരുപാട് സന്തോഷം. താങ്ക് യു ചേട്ടാ. അടുത്തായിട്ട് ചെയ്യുന്നത് വിനായകൻ, നടൻ വിനായകനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജയിലറിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പറയും. விசாரிச்சு பார்த்து மேத்திரத்துக்கு யாரு சிபிசிஐடியா 10 வருஷம் என் கூட இருந்து நான் பண்றெல்லாம் பார்த்துட்டு எங்கிட்டே கரணை கேட்குறியாடா? அசிங்கப்படுத்துற, இன்சல்ட் பண்ற, செம்ம விதி. நான் எதிர்பார்க்கல. കുറച്ചിരുന്ന് സംസാരിക്കാം, മനസ്സിലായില്ലേ? കൊഞ്ചം ഉட்கார்ந்து പേസലാന്ന് മനസ്സിലായോ? ഡപ്പണ പാട്ടെ പോടാ. ചെയ്യുന്നത് വിജയ് സേതുപതി. അദ്ദേഹം ഒരു ഇലക്ഷന് സംസാരിച്ച സ്പീച്ചാണ്. எல்லாருக்கும் வணக்கங்க. என்ன சொல்றது, அன்பான வாக்கான பெருமக்களை பார்த்து ஓட்டு போடுங்க. தயவு செஞ்சு சிந்திச்சு ஓட்டு போடுங்க. அந்த ஓட்டு போடுறது முக்கியம். எப்போவுமே வாங்க, நம்ம ஊரில் ஒரு பிரச்சனை, நம்ம காலேஜில் ஒரு பிரச்சனை, நம்ம நண்பருக்கு ஒரு பிரச்சனை, அவன் கூட சேருங்க. வாங்க, நம்ம ஜாதிக்கு ஒரு பிரச்சனை, நம்ம மதத்துக்கு பிரச்சனை சொல்லுவோம் கூட சேராதுங்க. வாக்கான பெருமக்களை பார்த்து ஓட்டு போடுங்க. I love you so much. അടുത്തായിട്ട് ചെയ്യുന്നത് ജോർജ് ജോർജ്. അദ്ദേഹത്തിന് പൊറഞ്ചുമറിയൻ ജോസ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ആലപ്പാട് വർഗസിന് മോളോണ്ടാ എഴുന്നിട്ടും തൊഴുതേര് എന്നെ പോകാനുള്ള പ്രാർത്ഥനയാടാ. ഓരോ പെരുന്നാൾ കഴിയുമ്പോഴാലേക്കും അടുത്ത പെരുന്നാളിന് അവിടെ കൈ പിടിച്ച് പള്ളിപ്പറമ്പടികളിൽ നടക്കുന്നു. എല്ലാം വെറുതെണ്ടാ, എല്ലാം വെറുതെയാ. എവളെന്റെ മറിയല്ല, എവക്ക് ഞാൻ അറിയില്ല. ഇനി ഇലക്ട്രോണിക്കൽ ഇൻസ്ട്രുമെന്റുകളുടെ ശബ്ദമാണ്. അപ്പോൾ ഇത് സാധാരണ ചെയ്യുന്നത് മൈക്കിൽ കുറച്ച്
മൈക്ക് പിടിക്കേണ്ട കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ മൈക്കിൽ എത്രത്തോളം ക്വാളിറ്റി കിട്ടുമെന്ന് അറിഞ്ഞൂടെ. ഞാൻ എന്തായാലും ഒന്ന് ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് ചെയ്യുന്നത് അല്ലു അർജുൻ്റെ ആര്യാറ്റു എന്ന മൂവിയിലെ ആ ഒരു BG ഉണ്ട്, അതൊന്ന് അവതരിപ്പിക്കാം. ഇനി വ്യത്യസ്തമായ 3 ശബ്ദം ഒരേ സമയത്ത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോലെ. 1 2 3. ഈ 3 ശബ്ദങ്ങളും ഒരുമിച്ച് ഒരേ സമയം. വളരെ മികച്ച പ്രകടനം. ഈ പരിപാടി ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഉണ്ണിക്കണ്ണന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓഡിയോ എഡിറ്റിംഗ് സുമേഷ് SA. വീണ്ടും മറ്റൊരു പ്രതിഭയുമായി നമുക്ക് കേട്ടുമുട്ടാം. നന്ദി.